അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും സന്ദേശം അറിയിച്ചുകൊണ്ട് റമദാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിൻ്റെ അവസാന നാളുകളിൽ സ്വഹാബാ കിറാമിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറയുകയുണ്ടായി, ഖദ് അളല്ലക്കും ഷഹ്റുൻ, ഒരു മാസം നിങ്ങളിലേക്ക് ഇതാ സമാഗതമാവുകയാണ്. ആ മാസത്തിൻ്റെ പ്രത്യേകത, അതിൽ 1000 മാസങ്ങളുടെ പുണ്യമുള്ള ഒരു രാത്രി അതിൽ നിലകൊള്ളുന്നുണ്ട്. മാത്രമല്ല, ഒരു സുന്നത്തായ കർമ്മം നിർവഹിച്ചാൽ ഫർളിന്റെ പ്രതിഫലവും, ഒരു ഫർളിന് 70 ഫർളുകളുടെ പ്രതിഫലം ലഭിക്കുന്ന ആദ്യത്തെ 10 ദിനങ്ങൾ കാരുണ്യത്തിൻ്റെതും, മധ്യത്തിലെ 10 ദിനങ്ങൾ പാപമോചനത്തിൻ്റെയും, അവസാനത്തെ 10 ദിനങ്ങൾ നരകമോചനത്തിൻ്റെയും അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ മാസം നമ്മളിലേക്ക് കടന്നു വരുന്നത്. കഴിവിൻ്റെ പരമാവധി ഈ മാസത്തെ ഉൾക്കൊള്ളുകയും അതിൽ ആവശ്യമായ ക്രമീകരണങ്ങളിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണം. 11 മാസങ്ങളിൽ നമുക്ക് ലഭിക്കപ്പെടാത്ത ഒരു 5 പ്രധാനമായ ആനുകൂല്യങ്ങൾ ഈ പരിശുദ്ധമായ റമദാൻ എന്ന ഒരൊറ്റ മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നൗമുസ്സായിമി ഇബാദത്തുൻ, വ്രതാനുഷ്ഠാനത്തിലൂടെ ക്ഷീണിതനായി ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അത് ആരാധനയുടെ പ്രതിഫലമാണ് അല്ലാഹു അയാൾക്ക് സമ്മാനിക്കുന്നത്. മാത്രമല്ല, സുംതുഹു തസ്ബീഹുൻ, ഈ പരിശുദ്ധമായ മാസത്തിൽ ശാന്തമായി ശബ്ദകോലാഹലങ്ങളില്ലാതെ വളരെ ഒടുക്കത്തോടുകൂടെ ശാന്തമായ ഒരാൾ ഇരുന്നാൽ തസ്ബീഹിന്റെ പ്രതിഫലം അല്ലാഹു ഈ മാസത്തിൽ നമുക്ക് നൽകുകയാണ്. മാത്രമല്ല, ദുആഉഹു മുസ്തജാബുൻ, അവൻ്റെതായ പ്രാർത്ഥനകൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു പറഞ്ഞില്ലേ, മിൻക ദുആ മിന്നിൽ ഇജാബ, നീയാണ് ദുആ ചെയ്യേണ്ടത്, ഞാനാണ് ഉത്തരം നൽകേണ്ടത്. ആയതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. വഅമലുഹു മുളാഅഫുൻ, 4ാമത്തെ കാര്യം, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ട പ്രതിഫലമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ അതിന് ഒരു ഫർളിൻ്റെ കൂലിയും, ഒരു ഫർള് നിസ്കരിച്ചാൽ 70 ഫർളിൻ്റെ കൂലിയും കിട്ടുന്നു. സുന്നത്തായ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ കളാവിട്ടാനുമൊക്കെ വളരെയധികം ഉപയോഗപ്പെടുത്തേണ്ട പരിശുദ്ധമായ മാസമാണ് കടന്നു വരുന്നത്. മാത്രമായില്ല, 5ാമതായി അല്ലാഹു നൽകുന്നത് വദംബുഹു മഗ്ഫൂറുൻ, അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. റമദാനിൻ്റെ അവസാനത്തെ ആ ദിവസങ്ങളിൽ അവൻ്റെ സകലമാന പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടാണ് റമദാൻ വിട പറയുന്നത്. ഇങ്ങനെ 5 ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ഈ മഹത്തായ മാസത്തെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും നാം ഓരോരുത്തരും അതിൽ അധ്വാനിക്കുകയും ചെയ്തുകൊണ്ട് ഈ മാസം 2 മാസക്കാലം മാസത്തിന് വേണ്ടി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ ബല്ലിഗ്നാ റമളാൻ, റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തെ എന്നിലേക്ക് നീ അടുപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച ആ സുദിനം നമ്മിൽ സമാഗതമാവുകയാണ്. അതുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.